മെയ് 3 ശ്ലീഹന്മാരായ വിശുദ്ധ ഫിലിപ്പും വിശുദ്ധ യാക്കോബും. വിശുദ്ധ ഫിലിപ്പ് ഗലീലിയിലെ ബെത്സയിദായിൽ നിന്നുള്ള ക്രിസ്തു ശിഷ്യനാണ്. പത്രോസും അന്ത്രയോസും വിളിക്കപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസമാണ് ഫിലിപ്പ് ദൈവവിളി സ്വീകരിക്കുന്നത്. ഫിലിപ്പന്ന് വിവാഹിതനായിരുന്നു, മക്കളുണ്ടായിരുന്നു. എന്നിട്ടും കർത്താവിനെ അനുധാവനം ചെയ്യാൻ അത് ഒരു പ്രതിബന്ധമായിരുന്നില്ല. നിയമവും പ്രവചനവും വായിച്ച് രക്ഷകനെ കണ്ടുപിടിക്കാൻ ഉത്സുകനായിരിക്കുമ്പോഴാണ് ഈശോയുടെ വിളി. രക്ഷകനെ കണ്ടെത്തിയ ഉടനെ തൻ്റെ ഭാഗ്യത്തിൽ നഥാനിയേലിനെ പങ്കുകാരനാക്കി. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 43-ാം വാക്യത്തിലൂടെ വ്യക്തമാകണം. 5000 പേർക്ക് അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഫിലിപ്പിൻ്റെ വിശ്വാസം പരീക്ഷിക്കാൻ വേണ്ടി ഈശോ ചോദിച്ചു, ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്നാണ് അപ്പം വാങ്ങുക? യോഹന്നാൻ 6:5. ഫിലിപ്പിൻ്റെ മറുപടി, ഇവർക്ക് ഓരോരുത്തർക്കും അല്പമെങ്കിലും ലഭിക്കുവാൻ 200 ദനാറയുടെ അപ്പം മതിയാകുകയില്ല. യോഹന്നാൻ 6:7. പിതാവിനെ അറിയുന്നവൻ തന്നെയും അറിയുമെന്ന് ഈശോ പ്രസ്താവിച്ചത് കേട്ടപ്പോൾ ഫിലിപ്പ് അവിടുത്തോട് അഭ്യർത്ഥിച്ചു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്കത് മാത്രം മതി. പെന്തക്കുസ്ത കഴിഞ്ഞ് അദ്ദേഹം ഫ്രീജിയയിൽ സുവിശേഷം പ്രസംഗിക്കുകയും AD 80 ഹീരാപ്പോളിസിൽ വെച്ച് രക്തസാക്ഷിത്വ മകുടം ചൂടുകയും ചെയ്തു എന്നാണ് പാരമ്പര്യം. വിശുദ്ധ ചെറിയ യാക്കോബ്. സെബദീപുത്രനായ യാക്കോബിൽ നിന്ന് തിരിച്ചറിയാനാണ് ചെറിയ യാക്കോബ് എന്ന് ഈ അപ്പസ്തോലനെ വിളിക്കുന്നത്. അൽഫയൂസിൻ്റെയും ദൈവമാതാവിൻ്റെ ഒരു സഹോദരിയായ മേരിയുടെയും മകനത്രേ ഈ യാക്കോബ്. ഇദ്ദേഹത്തിൻ്റെ സഹോദരനാണ് വിശുദ്ധ യൂദ. യാക്കോബിനോടുള്ള ബഹുമാനാധിക്യം നിമിത്തം യഹൂദന്മാർ അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പ് തൊടുന്നതിൽ മത്സരിച്ചിരുന്നു. ജെറുസലേം കൗൺസിലിൽ അപ്പസ്തോലന്മാർ എടുത്ത തീരുമാനത്തിന് അവസാന രൂപം കൊടുത്തത് യാക്കോബാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 21:17 സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു ലേഖനം സ്ലീഹായുടേതായി വേദപുസ്തകത്തിലുണ്ട്. ലോകമാസകലം മാനസാന്തരപ്പെട്ടിട്ടുള്ള യഹൂദന്മാരെ ഉദ്ദേശിച്ചാണ് അത് എഴുതിയിട്ടുള്ളത്. പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ്. നാവ് ശരിയായി ഉപയോഗിക്കുന്നവർ പരിപൂർണരായിരിക്കും എന്നീ വിശിഷ്ട തത്വങ്ങളാണ് ഈ ലേഖനത്തിൽ പ്രതിപാദിക്കുന്നത്. യാക്കോബിൻ്റെ രക്തസാക്ഷിത്വം ഹെജേസിപ്പൂസ് വിവരിക്കുന്നുണ്ട്. ക്രിസ്തുവിലുള്ള വിശ്വാസം നിഷേധിക്കുവാൻ യഹൂദന്മാർ യാക്കോബിനോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം കോട്ടയിൽ കയറി നിന്ന് പറഞ്ഞു, മനുഷ്യപുത്രനായ ഈശോ സർവനാഥൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു. നിയമജ്ഞരും ഫരീസേയരും ഉടനെ വിളിച്ചു പറഞ്ഞു, നീതിമാനായ മനുഷ്യനും അബദ്ധം പുലമ്പുന്നു. അവർ കയറി ചെന്ന് അദ്ദേഹത്തെ താഴേക്ക് തള്ളിയിട്ടു. കീഴെ നിന്നിരുന്നവർ അദ്ദേഹത്തെ അടിച്ചുകൊന്നു. നീറോ ചക്രവർത്തിയുടെ വാഴ്ചയുടെ 10-ാം വർഷം 62 ഏപ്രിൽ 10-ാം തീയതി പെസഹ തിരുനാൾ ദിവസമായിരുന്നു ഈ രക്തസാക്ഷിത്വം. വിശുദ്ധ ഫിലിപ്പ് പരിശുദ്ധമായ ആഗ്രഹങ്ങൾക്ക്, വിശ്വാസത്തിന് പ്രാധാന്യം നൽകുന്നു. യാക്കോബ് പ്രവർത്തിക്കും. രണ്ടും നമുക്ക് ഒരേപോലെ ആവശ്യമുള്ളതാക്കിയാൽ ഈ 2 അപ്പോസ്തലന്മാർ തിരുനാൾ ഒരുമിച്ച് ആഘോഷിക്കുന്നു. വചനം സഖറിയ 2-ാം അധ്യായം 8-ാം വാക്യം. നിങ്ങളെ സ്പർശിക്കുന്നവൻ അവിടുത്തെ കൃഷ്ണമണിയെയാണ് സ്പർശിക്കുന്നത്. വിചിന്തനം. പ്രണയത്തിലായിരിക്കുമ്പോൾ കാമുകന്മാർ പറയാറില്ലേ, നീ എൻ്റെ കൺമണിയാണെന്ന്. ദൈവസ്നേഹത്തിലായിരിക്കുമ്പോൾ നാമും ദൈവവും തമ്മിലുള്ള ബന്ധവും ഇപ്രകാരം തന്നെയാണ്. നാം അവിടുത്തെ കൺമണിയാകുന്നു. ഫിലിപ്പ് ദൈവസ്നേഹമാണ് തീവ്രമായി ആഗ്രഹിച്ചിരുന്നത്. പിതാവിനെ കണ്ടാൽ അദ്ദേഹത്തിന് തൃപ്തിയാകുമായിരുന്നു. നമുക്ക് വിചിന്തനം ചെയ്യാം, നമ്മുടെ മനോഭാവം എന്താണ്? നാം ദൈവത്തിൻ്റെ കൺമണിയായിരിക്കുവാനുള്ള യോഗ്യത നേടിയോ?